ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുതിയ സാരി പരിചയപ്പെടുത്തി തരട്ടെ. ജനുവരി തുടങ്ങിയാലും ഞങ്ങൾക്ക് ഇവിടെ ആഘോഷങ്ങളാണ് കേട്ടോ. ന്യൂ ഇയറിൻ്റെ സാരി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആഘോഷം സാരി വാങ്ങുന്നതാണ്. ഞാൻ എല്ലാ ഫങ്ഷനും എല്ലാത്തിനും അങ്ങനെ വാങ്ങുവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കേട്ടോ. വീക്ക്നെസ് സാരി വാങ്ങുന്നത്. അപ്പോൾ ജനുവരി ആയാൽ പിന്നെ ഫെബ്രുവരിയിൽ എൻ്റെ പിറന്നാളുണ്ട്, മാർച്ചിൽ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്, ഏപ്രിൽ വിഷുവിൻ്റെ കൂടിയും, പിന്നെ മെയ് ജൂണൊന്നുമില്ല, പിന്നെ ഓണം വരുന്നില്ലേ, പിന്നെ ഏപ്രിൽ വിഷു കഴിഞ്ഞു, അങ്ങനെ പിന്നെ ഇവിടുത്തെ ദീപാവലി, ഹോളി, അത് ഇതൊക്കെ മാർച്ചിൽ ഹോളിയും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെല്ലാം ഉണ്ട്, കുറേ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാൻ പോയ സമയത്ത് ഞാനെപ്പോഴും വാങ്ങാനായി പോയാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടൂല. അപ്പോൾ പോയാൽ ഇഷ്ടമില്ലത് കണ്ടാൽ 4 ഇഷ്ടപ്പെട്ട 4 എടുത്തിട്ട് വരും. അങ്ങനെ ചെയ്യില്ല സാധാരണ കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയാൽ എപ്പോഴും ഇവിടെ അന്ന് കിട്ടൂല. 1000-ന് മുകളിൽ സാരിയാണെങ്കിൽ അവർ സാരിയുടെ തുമ്പെല്ലാം അടിച്ചെന്ന് പറയാം, ഇവിടെ പീക്കോ ഫോൾ ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ഇൻ്റർലോക്കെല്ലാം ചെയ്ത് ഫോളെല്ലാം വെച്ച് തരും. നമ്മളെ നാട്ടിലെല്ലാവരും ഒന്നും ഫോൾ വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വെക്കലുണ്ട് ഇത്, പക്ഷേ അവർ ഫ്രീ ആയിട്ട് വെച്ച് തരും. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമെന്നാന്ന് വെച്ചാൽ ചിലവർക്ക് അറിയില്ല എന്തിനാ ഫോളോ വെക്കുക. നമ്മൾ പാവാടി ഉടുത്തിട്ട് സാരി ഉടുക്കുമ്പോൾ ബാക്കിൽ നമ്മളെ കാലിങ്ങനെ നിഴലടിക്കുക എന്നെല്ലാം പറയില്ലേ, കാലിങ്ങനെ എന്തോ ഒരു പോലെ ബാക്കെന്ന് കാണുമ്പോൾ എന്തോ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ പാവാട നിൽക്കും, ഇതുവരെ പാവാട വെക്കും. അപ്പോൾ പിന്നെ ഈ ബോർഡർ ഇങ്ങനെ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പ്ലീറ്റ് ഇടുമ്പോൾ നല്ല ഭംഗിയിൽ താഴോട്ടേക്ക് നിൽക്കും. കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും. അത് നാട്ടിലധികം വെക്കാതെ കൊണ്ട് അതിനെ പ്രത്യേകം പറയുന്നത്, അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആൾക്കാർ ചിലവർ വെക്കുന്നുണ്ടോ. പിന്നെ ഇത് ഓൾറെഡി ഇതിൻ്റെ കൂടെ ഇല്ലതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ കനവുള്ളതുമല്ല, ഇങ്ങനെ ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്. ചെണ്ട് പോലത്തെ സംഭവം നല്ലയിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മുന്താണി ഫുള്ള് ഗോൾഡൻ വർക്ക്. അപ്പോൾ അതൊരു നല്ലൊരു എന്താ പറയുക, റിച്ച് ലുക്ക്, നല്ല സൂപ്പർ. ഇതിപ്പം ശ്രേയാന്ന് പേര് എഴുതിയിട്ടുണ്ട്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എൻ്റെ പേര് പറയുമ്പോൾ എന്ന് ചോദിച്ചു കൊടുക്കും. യമുന എന്ന് പറയുമ്പോൾ YAMUNA. ഇവിടുത്തെ ആൾക്കാരോട് ഞാൻ പറയും നദീൻ്റെ പേര് എന്ന് പറയും, എന്നാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് സാധാരണ പറയൽ. അപ്പോൾ ഈ വർക്ക് നിറയുണ്ട് കേട്ടോ. ഈ വർക്ക് നിറയുണ്ട്. ഇത് കളറ് റെഡ്, യെല്ലോ, ഗ്രീന്, ഈ 3 ബ്ലൗസ് ചെയ്തിട്ടാലും നല്ല ഭംഗിയുണ്ടാവും. ബോർഡറിൽ ടൈപ്പ് ബ്ലൗസെല്ലാം ഉണ്ടല്ലോ അത്. പിന്നെ ഗോൾഡൻ കളർ ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ക്യാമറയിൽ വീഡിയോയിൽ കാണുന്ന ഒരു കളറല്ല, നല്ലൊരു ഭംഗിയില്ലേ, ഒരു ഓഫ് വൈറ്റും അല്ല ആ ഒരു ടൈപ്പ് കളർ. വെറുതെ ഞാനിത് ഉടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ പാക്കിങ് ഞാൻ അയച്ചതാണ്. എങ്ങനെ പാക്ക് ചെയ്തിട്ടില്ലെന്ന് ഞാൻ വേറെ സാരി കാണിച്ചു തരാം. അപ്പോൾ പാക്ക് ചെയ്തെടുക്കുന്ന അയച്ചിട്ട് ഞാനൊന്ന് ഉടുത്ത് നോക്കി. സൂപ്പർ ലുക്കാണ്. എനിക്ക് ഇങ്ങനെയുള്ള കളർ ഇഷ്ടം. സാധാരണ കുറച്ച് പ്രായമുള്ളവരെ ഇങ്ങനത്തെ ഉടുക്കുകയെന്ന് പറയും, പക്ഷേങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇനി വേറൊരു പ്രത്യേകതയുണ്ട്. ശ്രീനാട്ടൻ സെലക്ട് ചെയ്ത് തന്നൊരു സാരിയാണിത്, അതുകൊണ്ട് എനിക്കിത് സ്പെഷ്യലാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. വേറെ സാരി ഞാൻ എങ്ങനെയാണ് ഈ സാരി പാക്ക് ചെയ്തിട്ട് കിട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് കിട്ടുന്നത് കേട്ടോ, ഇതുപോലെയാണ് പാക്ക് ചെയ്ത് കിട്ടുന്നത്. ഇതിൻ്റെ മുന്താണി കേട്ടോ, ഉള്ളിൽ വേറെ ഡിസൈനും കാര്യങ്ങളാണ്. ഇനി ചെണ്ടൊക്കെ ഉണ്ട്. ഇത് ഞാൻ എപ്പോഴെങ്കിലും തുറന്നിട്ടാകുമ്പോൾ ഇത് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് വേറെ, ഇതിലൊരു ഫങ്ഷന് വേണ്ടി അതിൻ്റെ കളറാണ് കേട്ടോ. ഇത് വേറെ ഇത് വേറെയാണ്. ഇത് പൊളിക്കാത്തത്, പൊളിച്ചത്, ഇത് പൊളിക്കാത്തത്. ഇതിൻ്റെ മുന്താണീൻ്റെ വർക്കാണ് ഇത് കാണുന്നത്. ഇതിൽ കാണുമ്പോൾ ഒരു വല്ലാത്ത കളർ, പക്ഷെ അങ്ങനെ നല്ല ഭംഗിയുണ്ട്. ഇതിനും അങ്ങനെ തന്നെയാണ് മുന്താണി. അതിൽ ഗോൾഡൻ മാത്രം മുന്താണി, ഇത് വർക്കില്ല മുന്താണി. നല്ല ബോർഡർ എല്ലാവരും നമ്മളെ പേര് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനിപ്പോൾ മോളെ പേരെ പറഞ്ഞു കൊടുക്കുക. എൻ്റെ പേര് ഇതുപോലെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ള രീതി ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പേര് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒറ്റയടിക്ക് ഞാൻ 4 സാരിയാണ് വാങ്ങുന്നത്. സാരി പ്രിയന്മാർ മാത്രം കണ്ടാവും കേട്ടോ. സാരി ഇങ്ങനെ വാങ്ങുന്നവർ, എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കടയിൽ കയറി ഞാൻ 4 എണ്ണം 5 എണ്ണം അങ്ങനെ ഏതാണ് എനിക്ക് ആ കടയിൽ എന്താ പറയേണ്ടത്, ആ കടയിലെ മൊത്തം സാരി ഞാൻ നോക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടത് 4 എണ്ണം 5 എണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണം 5 എണ്ണം ഒറ്റയടിക്ക് എടുത്തിട്ട് വരും ഞാൻ. അങ്ങനെയാണ്. അപ്പോൾ സാരി പ്രിയന്മാരെല്ലാം വരൂ, കമൻ്റ് ഇടൂ. ഓക്കെ, താങ്ക് യു.